അരി വേവുന്നത്. ഡിഗ്രി ബികോം ചെയ്തു. പിന്നെ സിനിമ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പാരലലി. ക്യാപ്ചർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കേരള ടൂറിസം ഡേയ്സ് അതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. PR ആൻഡ് മാർക്കറ്റിംഗ്. അതെ അതെ, പൈസ ഒരുപാട് ഉണ്ടായിട്ട് ഇത്ര ചെയ്ത സിനിമകളിലെല്ലാം ഈ മുടി തന്നെയല്ലേ ഉപയോഗിച്ചത്? അതല്ല, ഈ ചുരുണ്ട മുടി അല്ല അല്ലേ? അല്ല, സ്ട്രൈറ്റ് സിനിമ ഉണ്ടോ? കണ്ടിട്ടില്ലല്ലേ? എല്ലാവരും സിനിമ ഇങ്ങനെ വന്നേ. 150 സിനിമ ഞങ്ങള് ഞാൻ വലിയ സ്റ്റാർസിന്റെ പടങ്ങൾ കാണുന്നു. വലിയ സ്റ്റാർസിന്റെ പടങ്ങൾ ഞങ്ങളെല്ലാം കണ്ടിട്ടില്ല. ഞാൻ സ്ട്രേറ്റ് ഹെയറിലൊക്കെ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വേറെ ഏതോ ആർട്ടിസ്റ്റ് ഒന്നും എനിക്ക് വിചാരിച്ചിട്ടുണ്ടാവും. അതാണ് മെറീന് വരുമ്പോ ഞങ്ങൾക്ക് ഈ മുടി വേണം. അപ്പൊ ഇതിപ്പോ അത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിൽ ഇന്നും മുടിയില്ല. മുടിയില്ലാത്തതുകൊണ്ട് ഈ പടം കാണാതിരിക്കുന്നു. ചായ കുടിക്കണ്ടേ നിങ്ങൾക്കൊക്കെ? അടുത്ത ഫീൽഡിലോട്ട് പോയി അല്ലേ? അങ്ങനെയാണ് പറയണേ. ചുമ്മാ ഈ സിനിമ അല്ല, ഈ സിനിമ നല്ല സിനിമയാണ്. അല്ല, ഈ സിനിമയുടെ പശ്ചാത്തലം ഭയങ്കര അടിപൊളിയാണ്. പറയട്ടെ, പറഞ്ഞു ഇതിപ്പോ ഞാൻ പുള്ളിനെ ഈ സിനിമ എനിക്ക് വയസ്സ് കുറവുള്ളപ്പോൾ ചെയ്തായിരുന്നു. അല്ലല്ല, അങ്ങനെ ഫീൽഡോട്ടാന്ന് പറഞ്ഞ സങ്കടപ്പെടുത്തി. കല്യാണം കഴിച്ചില്ലാന്ന് പറഞ്ഞു. സ്വരാതിന് വയസ്സായെന്ന് കൂടെ പറയുന്നു. എന്നെ തകർക്കാൻ പറ്റില്ല. തകർക്കാൻ പറ്റില്ല. കരയുമല്ലേ? ഏത് നടി ഇതൊക്കെ കേട്ടിരിക്കില്ലേ? ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള വേറെ ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളിത് പറയുന്നത് ഇവിടെ അകത്തേക്ക് പോകണ്ട. എനിക്ക് പോകുന്നില്ല. ഞാൻ ഇതെല്ലാം തിരിച്ച് ഇങ്ങനെ എങ്ങനെ അടിച്ചു വിടാനേ. വീട്ടിൽ പോയി പൊട്ടിക്കറിയോ? ഒരു പ്രോത്സാഹിപ്പിച്ച് കൊല്ലുവല്ലേ. ലേഡീസ് സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ ആരാണെന്നാണ്? 3 പേരെ പറയാം. ഋഷി ചേച്ചി, മഞ്ജു ചേച്ചി, നയൻതാര. മലയാളം നടിയല്ലേ? അതെ, മലയാളത്തിൽ നിന്ന് പോയത്. നയൻതാര എന്ന് പറയുമ്പോൾ തമിഴല്ലേ? നയൻതാര ഫാൻസ് ഇളകും കേട്ടോ. ഞാനൊക്കെ കാവ്യ ചേച്ചി പറയും. അപ്പൊ എല്ലാരും ശോഭൻ ചേച്ചി ഇപ്പൊ എല്ലാരും സൂപ്പർ സ്റ്റാർ ആണല്ലോ. സൂപ്പർ സ്റ്റാർ അല്ലാത്ത ആരാന്ന് ചോദിക്കാം. ഞാൻ എന്റെ പേര് അങ്ങനെയാണെങ്കിൽ ഇത് പറയാം. ഫീൽഡ് ഔട്ട് ആയ സൂപ്പർ എന്തൊരവസ്ഥയാണല്ലേ. സൂപ്പർ സ്റ്റാർ ആവാൻ എന്തൊക്കെയാ നിങ്ങള്? അത് നമ്മള് കൊടുക്കണല്ല, ഓഡിയൻസ് അവര് തന്നെ എടുക്കുന്നു. ഓഡിയൻസ് കൊടുക്കുന്ന ഒരു പദവിയല്ലേ? പ്രേക്ഷകര് 35 സിനിമ അല്ലാതെ PR ഉം പ്രൊമോഷനും അല്ല. വേറെ കൊണ്ടൊന്നും നടക്കൂല പരിപാടി. അങ്ങനെയാണെങ്കിൽ എത്രയോ പ്രിയ നായകൻ എത്തിയത് മറ്റേ വഴിക്ക് മുമ്പ് എടുത്തതല്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പ്രാഞ്ചേട്ടല് പറയുന്നത് എളുപ്പമല്ലേട്ടാ. നീ അതൊക്കെ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, മെറീനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്റെ പേരും പറഞ്ഞിട്ടില്ലേ? ഇതിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്.